أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا بينات تعرف في وجوه الذين كفروا المنكر يكادون يسطون بالذين يتلون عليهم آياتنا قل أفأنبئكم بشر من ذلكم النار وعدها الله الذين كفروا وبئس المصير. صدق الله العظيم. സൂറ അൽ ഹജ്ജിലെ 72-ാമത്തെ ആയത്ത്. വൈദാ തുത്ല അലൈഹിം, അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയാത്തുന, നമ്മുടെ ആയത്തുകൾ, ബയ്യിനാത്തിൻ, സുവ്യക്തങ്ങളായ, തഅരിഫു, താങ്കൾ അറിയും, ഫീ വുജൂഹില്ലദീന കഫറു, ഫീ വുജൂഹിൻ, മുഖങ്ങളിൽ, അല്ലദീന കഫറു, നിഷേധിച്ചവരുടെ, അൽ മുൻകർ, അൽ മുൻകറ, വെറുപ്പിനെ താങ്കൾ അറിയും, അല്ലെങ്കിൽ താങ്കൾ കാണും. യകാദൂന യസ്തൂൻ, അവർ ചാടി വീഴാറാകുന്നു, ബില്ലദീന യത്ലൂന അലൈഹിം, അവർക്ക് ഓതി കേൾപ്പിക്കുന്നവരുടെ മേൽ, ആയാത്തിന, നമ്മുടെ ആയത്തുകൾ. ഖുൽ, നബിയെ താങ്കൾ അവരോട് പറയുക, അഫ ഉനബ്ബിഉക്കും, എന്നാൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നുള്ളത് ചോദ്യത്തിനാണ്. ഫ എന്നാൽ, ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ബിശർരിൻ മിൻ ദാലിക്കും, അതിനേക്കാൾ വിഷമകരമായതിനെ, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായതിനെ പറ്റി. ദാലിക്കും എന്ന് പറഞ്ഞാൽ ദാലിക്കാൻ തന്നെയാണ് അർത്ഥം. അന്നാറു, നരകം. വഅദഹല്ലാഹു, അല്ലാഹു അതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുമാകാം, അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുമാകാം. അല്ലദീന കഫറു, നിഷേധിച്ചവർക്ക്, അല്ലെങ്കിൽ നിഷേധിച്ചവരെ. വബിഇസൽ മസീർ, എത്ര മോശമായ മടക്ക സ്ഥലമാണ്. മുകളിൽ വൈൻ ജാദലൂക്ക, അവർ താങ്കളോട് തർക്കിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് തർക്കിക്കുന്നവരുടെ സ്വഭാവം. വസ്തുതകൾ മനസ്സിലാക്കുകയല്ല അവർ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവൻ്റെ ശക്തിയെയും, അതുപോലെ അല്ലാതെ യാതൊരു അള്ളാഹുവിനെ കൂടാതെ അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്ത, അവർക്ക് തന്നെ നേരിട്ടൊരു ഇൽമും ഇല്ലാത്ത നിസ്സാര വസ്തുക്കളെ അള്ളാഹുവിന് പകരം ആരാധിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാകുമ്പോൾ അവർ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്, പകരം വെറുക്കുകയാണ്. പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദഹു ലവല്ലൗ അദ്ബാറഹും നുഫൂറ. സൂറത്തുൽ ഇസ്രായിൽ. ഈ ഖുർആനിലൂടെ താങ്കളുടെ ഏകനായ റബ്ബിനെ പരാമർശിച്ചാൽ അവർ നീരസത്തോടെ പിരിഞ്ഞു പോകുന്നു, അവർക്ക് ദേഷ്യം പിടിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ വേറെയും പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിനെ മാത്രം, എപ്പോഴും ഒരു അള്ളാഹു മാത്രം
ഇതവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. വ്യക്തതയുള്ളതാണ് കൊടുക്കുന്നത്. വൈദാ തുത്ല അലൈഹിം ആയാതുന ബയ്യിനാത്തിൻ, വളരെ സുവ്യക്തമായ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് വസ്തുത അങ്ങ് മനസ്സിലാകുന്ന ആയത്തുകളാണ് ഓതി കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഈ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ വിവേകശാലികൾ വേണ്ടത്. എന്നാൽ വസ്തുത ബോധ്യം വരുത്തുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മുഖത്ത് വെറുപ്പ് പ്രകടമായി കാണാം. തഅരിഫു ഫീ വുജൂഹിൽ ലദീന കഫറു അൽ മുൻകറ. യഥാർത്ഥ വെറുപ്പ് അല്ലെങ്കിൽ സകല വെറുപ്പും എന്നൊക്കെയാണ് അൽ മുൻകർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അൽ മുൻകർ വെറുപ്പ് എന്ന് മാത്രമല്ല, കഫറു മുൻകറ എന്നല്ല, അൽ മുൻകറയാണ്. അഥവാ അൽ ഹംദു എന്ന് പറയുന്നത് പോലെ വെറുപ്പിൻ്റെ അങ്ങേത്തല കാണാം. യക്കാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്നവരുടെ നേരെ ഇവർ ചാടി വീഴാറാകും. സത്വത്ത് എന്ന് പറഞ്ഞാൽ ചാടി വീഴലാണ്, കടന്നാക്രമിക്കൽ, അതിനൊക്കെയാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ അതങ്ങ് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാകുമ്പോൾ അംഗീകരിക്കുകയല്ല, ഈ കേൾപ്പിക്കുന്നവരെ ആക്രമിക്കാൻ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ വരെ തടസ്സപ്പെടുത്തിയിരുന്നത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അബ്ദൻ ഇദാ സ്വല്ല റഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സ്വല്ല. ഖുർആൻ കേൾക്കരുത് എന്ന് പറഞ്ഞിരുന്നത്, ആക്രമിക്കാൻ നോക്കിയത് ഒക്കെ ഖുർആൻ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അങ്ങനെ വസ്തുത മനസ്സിലാകുമ്പോൾ എതിരെ ചാടി വീഴാൻ നിൽക്കുന്ന പോലെയുള്ള വെറുപ്പ് അവരുടെ മുഖങ്ങളിൽ പ്രകടമാകുന്നത് കാണാം. ഖുൽ, നബിയെ എന്നാ പറഞ്ഞേക്കൂ, അഫ ഉനബ്ബിഉക്കും ബിശ്ശർരി മിൻ ദാലിക്കും, നിങ്ങൾക്ക് അതിനേക്കാൾ മോശമായ അല്ലെങ്കിൽ അതിനേക്കാൾ അസഹ്യമായ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് അവരോട് ചോദിക്കൂ. അതെന്താണ്? അന്നാർ, നരകമാണ്. വഅദഹല്ലാഹു അല്ലദീന കഫറു, നരകം. ഇപ്പോൾ തൗഹീദിൻ്റെ തെളിവുകൾ, സത്യത്തിൻ്റെ തെളിവുകൾ പറയുമ്പോൾ ചാടി വീഴുകയാണ്. എന്നാൽ അതിനേക്കാളും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, അതാണ് നരകം. വഅദഹല്ലാഹു അല്ലദീന കഫറു എന്നതിനെ ഭാഷാകാരന്മാർ രണ്ട് തരത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വഅദഹ എന്ന് പറഞ്ഞാൽ ആ നരകത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അല്ലാഹു അല്ലദീന കഫറു, നിഷേധിച്ചവർക്ക് നരകം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദാനം ചെയ്ത നരകം ഇതിനേക്കാൾ ഷെറാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാടി വീണ് ആക്രമിക്കാൻ നോക്കുന്നതിനേക്കാളും നിങ്ങൾ വെറുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയത്ത് ഓതി കേൾക്കുന്നവരെക്കാൾ അധികം നിങ്ങൾ വെറുക്കേണ്ടി വരും നിങ്ങളെ നരകത്തിലേക്ക് ഇടുമ്പോൾ. പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് വേറൊരു തരത്തിലും അതിനർത്ഥം പറയാം. അപ്പോഴും ഉദ്ദേശം മാറൊന്നുമില്ല. നരകത്തിന് നിങ്ങളെ കൊടുക്കാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ വഅദഹ എന്ന് പറഞ്ഞാൽ ആ നരകത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലദീന കഫറു, സത്യനിഷേധികളെ. ലംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. സാധാരണ നിഷേധികൾ നരകത്തിലാണെന്നാണ് പറയുക. ഇവിടെ രണ്ടർത്ഥവും പറയാമെന്നാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ. ഇറാബുൽ ഖുർആനി വ ബയാനുഹു പോലെയുള്ള പ്രസിദ്ധ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പം നരകത്തിന് വാഗ്ദാനം ഏതുപോലെ, വഅത്തു സെയ്ദൻ ദീനാറൻ, സെയ്ദിന് ഞാനൊരു ദീനാറ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദീനാറിനെ സെയ്ദങ്ങ് എടുക്കുകയാണല്ലോ ചെയ്യുക. എന്നതുപോലെ നരകത്തിന് നിങ്ങളെ കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്നു. ആ നിങ്ങളെ കൊടുക്കാമെന്ന് ഏറ്റ നരകമുണ്ടല്ലോ, അത് ഇതിനേക്കാൾ നിങ്ങൾക്ക് അസഹ്യമാണ്, സഹിക്കാൻ കഴിയാത്തതാണ് എന്നാകാം അർത്ഥം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചാടി വീഴുന്നതിനേക്കാളും വലിയ പിടുത്തമാണ് നരകം നിങ്ങളെ പിടിക്കുക എന്നുമാകാം. ആശയമൊക്കെ ഒന്ന് തന്നെയാണ്. വാചകഘടനയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചും അർത്ഥം പറയാമെന്ന് ചുരുക്കം. വബിഇസൽ മസീർ, അതെത്ര മോശമായ എത്ര മോശമായ മടക്കസ്ഥലം എന്നേ വാക്കിലുള്ളൂ. അത് എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡാണ്. അഥവാ നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം
അത് നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്നുണ്ട്. ഖുർആൻ കേൾക്കുമ്പോൾ അതിനേക്കാൾ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതും അസഹ്യത ഉണ്ടാക്കുന്നതുമാണ് എന്നർത്ഥമാകാം. അല്ലെങ്കിൽ വിശ്വാസികളുടെ നേർക്ക് ഖുർആൻ കേൾപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഈ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ആക്രമണം നിങ്ങളെ നേർക്ക് നടത്തുന്നതാണ് നരകം എന്നുമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും അതുവഴി സ്വർഗം ലഭിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.